തഹിയ നാളെ അവസാനിക്കുകയാണ്. അതിന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും നഷ്ടപ്പെടാത്ത ജാരിയത്തായ സദക്കയാണ്, പരലോകത്ത് ഗുണം കിട്ടുന്ന സദക്കയാണ്. ഈ യോഗത്തിന് ചെലവാക്കാനല്ല ജാരിയ. ഇപ്പൊ 39 കോടിയായി, 39 കോടി കഴിഞ്ഞു പോയി. അതില് ഭാഗവാക്കാകാൻ ആർക്കെങ്കിലും സാധിക്കുന്നുണ്ടെങ്കിൽ 10 റുപ്യ കൊടുത്തിട്ടെങ്കിലും അതിൽ പങ്കുചേരുക, അതൊരു വലിയ അനുഗ്രഹമാണ്, ജാരിയത്തായ സദക്കയാണ്. ഇനി ഈ 100 വർഷത്തിന്റെ ശേഷം ഇനി സദക്ക് കുറെ പ്രവർത്തനങ്ങൾ 10-15 പദ്ധതികൾ സംസ്ഥ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പ്രവർത്തനത്തിനാണ് ഈ ഫണ്ട് ഉപയോഗിക്കുന്നത്, യോഗം നടത്താനല്ല. അതൊക്കെ ഓരോരുത്തരെ ഏറ്റുകഴിഞ്ഞു. 4.5 കോടി ഉറുപ്പിക അതിന്റെ ഭക്ഷണത്തിന് ഒരാൾ ഏറ്റിട്ടുണ്ട്. അയാൾ തന്നെ അതിന്റെ സ്റ്റേജ് മയക്ക 4.5 കോടി അതും അയാൾ തന്നെ ഏറ്റിട്ടുണ്ട്. അതിനൊന്നും നമ്മളൊന്നും കൊടുക്കണ്ട. അതേ സമയത്ത് ഈ സംഖ്യ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ പുറത്തുള്ള പ്രവർത്തനങ്ങള്, അതുപോലെ ഇവിടെയുള്ള പാവപ്പെട്ട ആളുകൾക്കുള്ള മെഡിക്കൽ കോളേജിലും മറ്റുമൊക്കെ കഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ള സേവനങ്ങള് തുടങ്ങി മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം ദീനീ പ്രവർത്തനങ്ങൾ നടത്തുക, ഇങ്ങനെയുള്ള പദ്ധതികളാണ് സംസ്ഥ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏറ്റവും ദുനിയാവിലും ആഖിറത്തിലും നഷ്ടപ്പെടാത്ത ജാരിയത്തായ ഒരു അമലായിക്കൊണ്ട് നമുക്കത് ലഭിക്കുന്നതാണ്, അതിന്റെ പുണ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.